തികഞ്ഞ മാംസാഹാരിയാണ് കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിനടുത്ത് കണ്ടെത്തിയ ലെസർ ഫ്രിഗേറ്റീവ് ബേർഡ് വിഭാഗത്തിൽപ്പെട്ട അതിവിരളമായ പക്ഷിഭീമൻ. തവിട്ടുകലർന്ന കറുപ്പു നിറമാണ് പക്ഷിക്ക്. നാടൻ കൊക്കിന്റെ പോലെ നീണ്ടതെങ്കിലും അറ്റം വളഞ്ഞതാണ് ചുണ്ടുകൾ. ചിറകുകളകത്തിയാൽ 2 മീറ്ററോളം നീളം വരും. ഇവയ്ക്ക് ദിവസങ്ങളോളം കടലിന് മുകളിൽ വട്ടമിട്ട് പറക്കാൻ കഴിയും. കോഴിക്കോട് സർവകലാശാല ജന്തുശാസ്ത്ര വിഭാഗത്തിലെ ഡോക്ടർ സുബൈറിന്റെ സംരക്ഷണത്തിലാണ് പക്ഷി ഇപ്പോൾ. അടുത്ത കാലത്തുണ്ടായ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ മഴയും കാറ്റും കോളും ഈ സമയത്ത് തൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയാതെ ഈ കടലുണ്ടി പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയതായിരിക്കാനാണ് സാധ്യത. മീനാണ് പക്ഷിയുടെ പ്രധാന ഭക്ഷണം. പെലിക്കൻ വിഭാഗത്തിൽപ്പെടുന്ന പക്ഷിക്കുഞ്ഞുങ്ങളെയും തരം കിട്ടിയാൽ ഫ്രിഗേറ്റ ഭക്ഷിക്കും. കരീബിയൻ ദ്വീപുകൾക്കും ആഫ്രിക്കയ്ക്കും പുറമെ ലാറ്റിൻ അമേരിക്കയിലും ഇവ ധാരാളമായുണ്ട്. ശ്രീലങ്കയിലും ഇന്ത്യയിലും 3 പതിറ്റാണ്ട് മുമ്പാണ് ഇവയെ അവസാനമായി കണ്ടത്. കാലാവസ്ഥാ വ്യതിയാനത്തിൽപ്പെട്ട് കൂട്ടം തെറ്റി കേരളത്തിൽ കുടുങ്ങിപ്പോയതാണ് ഈ ദേശാടനക്കിളി എന്നാണ് നിഗമനം. തേഞ്ഞിപ്പലത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തിയ പക്ഷിയുടെ കാഷ്ടത്തെ മൈക്രോബിയൽ അനാലിസിസിന് വിധേയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഡോക്ടർ സുബൈർ ഇപ്പോൾ. അമൃത ന്യൂസ്, കോഴിക്കോട്.